Hi Nand, welcome back to my channel. And today we are going to wind up the chapter. That means we are going to two more questions are there in the exercise 13.2, and by discussing that two questions we are going to wind up the chapter. And just after that, if any time remains, okay. കാരണം ഈ വീഡിയോ കാണുന്നത് 9th എയിലെ കുട്ടികളാണെന്ന് അറിയാം. 9th എയിലെ കുട്ടികളെ സംബന്ധിച്ച് ഈ വീഡിയോ കിട്ടുന്നത് നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ സെഷനുള്ള സമയത്തായിരിക്കും. അപ്പോൾ അതായത് ഇതൊരു 20 മിനിറ്റോ 30 മിനിറ്റിനുള്ളിലുള്ള വീഡിയോ ആയിരിക്കും. 20 മിനിറ്റ് കൊണ്ട് തീരുന്നതെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തീരുമ്പോൾ ബാക്കി ഇഷ്ടംപോലെ സമയമുണ്ട്. വാട്ട് യു ഹാവ് ടു ഡു, യു ആർ സപ്പോസ് ടു സ്റ്റാർട്ട് ദ റിവിഷൻ ഇൻ ദിസ് ചാപ്റ്റർ സർഫസ് ഏരിയ ആൻഡ് വോളിയംസ്. ഓക്കെ, കാരണം നിങ്ങൾ സ്കൂളിൽ എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ആദ്യം ഇത് കാണുന്നത് 9th ബിൻ്റെ അടുത്ത് കിട്ടുമ്പം ഇത് അവർക്ക് രാവിലെ ആയിരിക്കും കിട്ടുക 9th ബിക്കാർക്ക്. അപ്പം ഇതിന് മുമ്പ് ഒരു വീഡിയോയും നിങ്ങൾക്ക് തരും ഞാൻ. അപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും നിങ്ങൾ ഒരു ദിവസം കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടാവില്ല ബാക്കി. അപ്പോൾ രണ്ട് ക്ലാസ്സുകാരോടും എവിടെ ബാക്കി സമയം ഉണ്ടെങ്കിലും, ഇപ്പോൾ 9th എക്കാരോട് എസ്പെഷ്യലി പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. 9th ബിക്കാരോട് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ സമയം ഉണ്ടെങ്കിൽ, ഓക്കെ, 9th എക്കാരോട് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം രണ്ട് കൂട്ടരോടും പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് സ്റ്റാർട്ട് ദ റിവിഷൻ വർക്ക് ഓഫ് സർഫസ് ഏരിയ ആൻഡ് വോളിയം ഇഫ് എനി ടൈം റിമെയിൻസ്. 9th എക്കാർ മസ്റ്റ് ആയിട്ടും ചെയ്യണം, കാരണം ഒരുപാട് സമയമുണ്ടെന്ന് എനിക്കറിയാം. അപ്പം എന്തുകൊണ്ട് റിവിഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഐ എം ഗോയിങ് ടു കണ്ടക്ട് എ ക്ലാസ് ടെസ്റ്റ് വെരി സൂൺ ഇൻ ദ വെരി നെക്സ്റ്റ് വർക്കിംഗ് ഡേ. യു ആർ സപ്പോസ് ടു ഗെറ്റ് റെഡി ഫോർ എ ക്ലാസ് ടെസ്റ്റ് ബേസ്ഡ് അപ്പോൺ ദി ചാപ്റ്റർ സർഫസ് ഏരിയ ആൻഡ് വോളിയംസ്. അപ്പോൾ എന്താ സാർ ഞങ്ങൾക്ക് കോപ്പി അടിക്കാമല്ലോ? അടിച്ചോളൂ, ഒരു പ്രശ്നമില്ല കേട്ടോ. കോപ്പി അടിക്കുന്നവരൊക്കെ അടിച്ചോളൂ, ഒരു വിഷയമില്ല. ധൈര്യമായിട്ട് കോപ്പി അടിച്ചോളൂ നിങ്ങൾ. കാരണം 2 ആഴ്ച മുമ്പ് എന്തായാലും നമ്മൾ നേരിട്ട് കണ്ടല്ലേ. ഇനി 2 ആഴ്ച കഴിയുമ്പോൾ നേരിട്ട് കാണാൻ പോകുമ്പോഴും ഐ വിൽ ഫോക്കസ് ഓൺ ദ സെയിം ചാപ്റ്റർ സർഫസ് ഏരിയ ആൻഡ് വോളിയംസ് ബൈ ഐ എം ഗോയിങ് ടു ആസ്ക് യു ക്വസ്റ്റ്യൻസ് ഫ്രം ദ സെയിം ചാപ്റ്റർ when we are going to meet viva session. So get ready. So that doesn't mean only surface area and volume, but I will focus on this chapter. Okay. So without wasting much time, let me discuss the last two questions. Come with me. Okay. Now see, we have discussed these two questions in the last video. Now we are going to discuss about the 7th question. Find the volume of a sphere whose surface area is given as 154 centimeter square. So here the question is, it is about a sphere, no? So let me draw the figure of a sphere. Its radius is not given, so let me mark the radius as r. Okay, any problem? No, because it is not given. And what is given? Surface area is given, isn't it? So given surface area of sphere is given as 154 centimeter square. What you are supposed to calculate? You are supposed to calculate what you are supposed to calculate volume. You are to calculate, no? Okay. How you can calculate volume? Volume you can calculate. Actually, question is to calculate volume. How you can calculate volume of a sphere? By using the formula 4/3 pi r cube. But we don't know the value of r to calculate volume. So we are supposed to calculate r because r is not given. Once you get r only, you can calculate the volume of a sphere, no? Okay. So we have to calculate r. So we are supposed to calculate r. So to find r. So in order to find out r, which method can be used? Let us depend upon സോറി, ഞാൻ ബ്രേക്ക് വന്നത് വീഡിയോ റണ്ണാവുന്നില്ലായിരുന്നു. അതെന്താ റണ്ണായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം സോറി, എന്തോ ഒരു ഇടയ്ക്ക് എന്തോ ഒരു പറ്റിപ്പോയി. ഞാൻ പറഞ്ഞ പോർഷൻ കട്ടായോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാനിത് പ്ലേ ചെയ്ത് നോക്കുന്നില്ലല്ലോ, കാരണം ഇടയ്ക്കൊരു സ്റ്റക്ക് പോലെ വന്നു. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതൊരു ഹെമിസ്ഫിയറിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ. ജസ്റ്റ് ലെറ്റ് മീ റീഡ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. എനിക്കറിയില്ല അത് പ്ലേ ആയിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും ചെയ്യുന്നത്. ഫൈൻഡ് ദ വോളിയം ഓഫ് എ സ്ഫിയർ ഹൂസ് സർഫസ് ഏരിയ ഈസ് ഗിവൺ ആസ് 154 centimeter സ്ക്വയർ. സോ നമ്മളൊരു സ്ഫിയർ വരയ്ക്കുന്നു, റേഡിയസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ എന്താണ് തന്നേക്കുന്നത്? ഗിവൺ സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ ഈസ് ഗിവൺ ആസ് 154 centimeter സ്ക്വയർ. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ സർഫസ് ഏരിയ ആണ് തന്നേക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ ചോദിച്ചേക്കുന്നത്? വോളിയം. വോളിയത്തിൻ്റെ ഫോർമുല നമ്മൾ ഇട്ട് കൊടുത്തു, വോളിയം ഇസ് 4/3 pi ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു. വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ഫോർമുല ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്, കാരണം സ്ഫിയർ ആണ്. പക്ഷേ നമുക്കറിയില്ല ആർ നമ്മൾ കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് ആർ ഇസ് നോട്ട് ഗിവൺ. ടു ഫൈൻഡ് ആർ we are supposed to depend upon the given thing. What is given? Given surface area is given as 154 centimeter square. So let us depend upon the given thing. Given that surface area is given as 154 centimeter square, and we know that surface area of a sphere that is given by 4 pi r square.
Surface area of a sphere given by the formula is 4 pi r square. So surface area is equal to 154 centimeter square എന്നുള്ളത് ഞാൻ എന്തെന്ന് റീപ്ലേസ് ചെയ്യാം? 4 pi r square is equal to 154 ആയിട്ട് എനിക്ക് റീപ്ലേസ് ചെയ്യാം. I think you understood, no? Any problem? Any problem? No. Now just see, by using this information we can easily calculate the value of r. So 4 into pi you can substitute as 22 by 7, and r square you can keep it like that because we don't know that, and right side 154, just maintain like that. And now it is the time to cancel. You can go for direct cancellation because in between equality sign is there. Left side consists of only one term, right side consists of only one term. So because can you consider it as one term? Yes. Why? Because all the operation is multiplication, so you can consider it as a single term. Here also single term. So when you can go for direct cancellation in between equality sign and left side only one term, RHS also one term, then only you can go for direct cancellation. That means I am going to cancel numerator to numerator, and you can cancel denominator. What do you mean by direct cancellation? Direct cancellation എന്ന് വെച്ചാൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കൂടെ ക്യാൻസൽ ചെയ്യുന്നതാണ് direct cancellation. എപ്പോഴാണ് അത് ഉപയോഗിക്കാൻ പറ്റുക? നടുക്ക് ഇക്വാലിറ്റി സൈൻ ഉള്ളപ്പോഴും ലെഫ്റ്റ് സൈഡിൽ ഒരു ടൈമും റൈറ്റ് സൈഡിൽ ഒരു ടൈമും ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എല്ലാ കണ്ടീഷനും ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈം, റൈറ്റ് സൈഡ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈം, ആൻഡ് ഇൻ ബിറ്റ്വീൻ ഇക്വാലിറ്റി സൈൻ ഈസ് ദർ. സോ യു ക്യാൻ ഗോ ഫോർ direct cancellation. What do you mean by direct cancellation? You can cancel numerator and denominator. That is a benefit. And now we can cancel 22 and 154 by 22 itself. In 22, how many 22s are there? 1. In 154, how many 22s are there? 7 22s are 154. If you have any doubt, just check it. And now can you cancel 7 and 7? No, never. Because only direct cancellation is possible. അതായത് മുകളിലത്തെ ക്യാൻസൽ ചെയ്യാം, താഴത്തെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 7, ഇവിടെ ന്യൂമറേറ്ററിൽ 1 ഉണ്ട്. അതായത് ഇവിടെ 7 ഉള്ളത് ഡിനോമിനേറ്ററിലാണ്. ന്യൂമറേറ്ററിൽ 1 ഉണ്ട്. അപ്പോൾ ഇവിടെ 7 വന്ന ഡിനോമിനേറ്ററിലാണ്, ഇവിടെ മുകളിലാണ് 7. അപ്പോൾ ഇവിടെയുള്ള ഡിനോമിനേറ്ററും ഇവിടെയുള്ള മുകളിലത്തെ ടേം തമ്മിൽ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് ക്യാൻസലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും മുകളിലത്തത് ഇക്വാലിറ്റി നടുക്കുണ്ടെങ്കിൽ മുകളിലത്തത് ക്യാൻസൽ ആകാം. ഇക്വാലിറ്റി മാത്രം പോരാ, ലെഫ്റ്റ് സൈഡിൽ ഒരു ടൈമും റൈറ്റ് സൈഡിൽ ഒരു ടൈമും ആണെങ്കിൽ മുകളിലത്ത് ക്യാൻസൽ ചെയ്യും, താഴത്ത് ക്യാൻസൽ ചെയ്യും. അല്ലാണ്ട് ഇങ്ങനെ ക്യാൻസലേഷൻ പറ്റില്ല ഡയറക്റ്റ് ക്യാൻസലേഷനിൽ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇക്വാലിറ്റി സൈൻ നടുക്കുണ്ട്, ഇവിടെയും ഒരു ടൈം ആണെങ്കിൽ ന്യൂമറേറ്റർ ക്യാൻസൽ ചെയ്യാം, ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്യാം. അല്ലാണ്ട് ക്രോസ് ക്യാൻസലേഷൻ പറ്റില്ല. ക്രോസ് ക്യാൻസലേഷനൊക്കെ എവിടെയാണ് പറ്റുക? ഒരു സൈഡിൽ മാത്രമാണെങ്കിലാണ് ക്രോസ് ക്യാൻസലേഷൻ പറ്റുള്ളൂ. ഒരു സൈഡിൽ മാത്രമാണെങ്കിൽ ഡയറക്റ്റ് ക്യാൻസലേഷൻ പറ്റില്ല. ക്രോസ് ക്യാൻസലേഷനും ഡിനോമിനേറ്റർ ക്യാൻസലേഷനൊക്കെ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഹിയർ ദിസ് ഈസ് ദ ലിമിറ്റ്. We cannot cancel more. So what all the things are remaining in the LHS? 4 into 1 into r square will be 4r square divided by 7 is there, and right side 7 is there. And now can you write 4r square is equal to this 7 as it is, and take this 7 to right side, become into 7. So what will be r square? 7 into 7 by 4. So what will be r? Square root of 7 into 7 by 4. Then so r is equal to square root of 7 into 7 by 4. What is square root of 7 into 7? 7. What is square root of 4? 2. So we got the value of r as 7 by 2. That much centimeter. Now it is the time to calculate the volume. We can easily calculate the volume now because we got the value of r. What is the formula for calculating volume? 4 by 3 pi r cube. It means 4 by 3 into, you can substitute the value of pi as 22 by 7, and r is 7 by 2. We got r as 7 by 2. So r cube will be 7 by 2 into 7 by 2 into 7 by 2. You can cancel 7 and 7, and you can cancel this 2 and 4. Here 2 will come, and now we can cancel this 2 and 2. ഇന്നെങ്കിൽ ഈ 2ഉം 22 ഇങ്ങനെ ക്യാൻസൽ ലെവൽ വന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് ക്യാൻസലേഷൻ പോസിബിലിറ്റി ഉണ്ട് അവിടെ. ബാക്കിയുള്ളതൊക്കെ എടുത്തെഴുതാം. ഓക്കെ, സോ 11 into 7 into 7 divided by 3 എന്നാണ് വന്നത്. സോ 11 into 49 divided by 3 ആണ് വരിക. 49 into 11. ഇതിനൊക്കെ ക്യാൻസൽ ചെയ്യാനൊക്കെ എളുപ്പമാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്യാൻ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, 11 കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം നിങ്ങൾ ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ചോളൂ. ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഒരു വർക്കായിട്ട് എടുത്തോളൂ. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് നോ. So 539. Okay, so 539 divided by 3. Okay, so now it is the time to divide. Okay, 179.6 that much centimeter cube is the volume.
And ninth question is very simple but little bit standard also. 27 solid iron spheres, each of radius r and surface area s, are melted to form a sphere with surface area s dash. Find the radius r dash of the new sphere, radius of s and s dash. Sorry, ratio of s and s dash. അപ്പം ഇത് സംഭവം കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷേ വളരെ സിമ്പിളുമാണ് കേട്ടോ. കോൺസെപ്റ്റ് പിടുത്തം കിട്ടിയ വളരെ സിമ്പിളാണ്. എന്താ ചെയ്യാൻ പോകുന്നത്, 27 സോളിഡ് അയൺ സ്ഫിയേഴ്സ് അല്ലേ, സോറി യെസ് 27 സോളിഡ് അയൺ സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ, 27 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം, ശ്രദ്ധിക്കുക. 27 ഒരേ വലിപ്പമുള്ള ചെറിയ ചെറിയ അയൺ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്ഫിയേഴ്സ്. എത്ര ഉണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ആവും, 27 വരയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഡോട്ട് ഇട്ടത്. ഓക്കെ, ഇങ്ങനത്തെ 27 ഒരേ വലിപ്പമുള്ള സ്ഫിയേഴ്സ്, ചെറിയ ചെറിയ സ്ഫിയേഴ്സ്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താണ്, 27 സോളിഡ് അയൺ സ്ഫിയേഴ്സ്, ഈച്ച് ഓഫ് റേഡിയസ് ആർ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും റേഡിയസ് നമ്പറല്ല തന്നേക്കുന്നത്, ഒരു നമ്പറായിട്ടല്ല തന്നേക്കുന്നത്. എല്ലാത്തിൻ്റെ റേഡിയസും സ്മോൾ ലെറ്റർ ആർ കൊണ്ടാണ്. എല്ലാ സോളിഡ് സ്ഫിയേഴ്സിൻ്റെയും റേഡിയസും സ്മോൾ ലെറ്റർ ആർ ആണ്. 27 എണ്ണത്തിന് സ്മോൾ ലെറ്റർ ആർ ആണ് റേഡിയസ്. 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഒക്കെ പറയുന്നതിന് പകരം ആർ എന്ന് പറഞ്ഞേക്കുന്നു. 6 സെൻറ്റിമീറ്ററിനോ 6 മീറ്ററിനോ അങ്ങനെ 27 സോളിഡ് സ്ഫിയേഴ്സ് ഉണ്ട്. ഇതിന് എല്ലാത്തിനും കൂടെ ഞാൻ ഉരുക്കുന്നു അല്ലേ. മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അയൺ അല്ലെങ്കിൽ അയൺ സ്ഫിയറിനെ നമുക്ക് ഉരുക്കാം. എങ്ങനെ ഉരുക്കാം, നല്ല ടെമ്പറേച്ചർ കൊടുത്ത് അയൺ ഉരുകും. അയൺ ഉരുകി എന്താവുന്നു, ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിൻ്റെ റേഡിയസ് ആറാണ്. മാത്രമല്ല ഇതിൻ്റെയൊക്കെ സർഫസ് ഏരിയ എന്താണ്, എസ്സും ആണ്. ഓരോന്നിൻ്റെ സർഫസ് ഏരിയ എന്താണ്, എസ് ആണ്. ഓരോ ഇതിൻ്റെ സർഫസ് ഏരിയയും എസ് ആണ് കേട്ടോ, അതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇങ്ങനത്തെ കുറേ ചെറിയ ചെറിയ ബോളുകളാണെന്ന് വിചാരിക്കുക, മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ബോളുകൾ. എല്ലാത്തിൻ്റെ റേഡിയസും ആറാണ്, എല്ലാത്തിൻ്റെയും സർഫസ് ഏരിയ എസ് ആണ്. സാധാരണ 432 സെൻറ്റിമീറ്റർ സ്ക്വയറിനോ 64 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സർഫസ് ഏരിയ തരിക. പക്ഷേ ഇവിടെ സർഫസ് ഏരിയ എസ്സും റേഡിയസും ആറിൻ്റെ ടൈമിലൊക്കെയാണ് തന്നേക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താക്കും, നമുക്കൊരു സിംഗിൾ സ്ഫിയർ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. എല്ലാം കൂടെ ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ ആവുമല്ലോ. എല്ലാം കൂടെ ഉരുക്കുമ്പോൾ ഒരു സൊല്യൂഷൻ ആവും. ആ സൊല്യൂഷൻ ഒരു അച്ചിലിട്ട് വാർത്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്ഫിയർ ആക്കി എടുത്തു എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനെ എല്ലാത്തിനും കൂടെ ഉരുക്കി കഴിയുമ്പോൾ ഒരു മെഴുകുരുകിയ പോലെ സൊല്യൂഷൻ കിട്ടും. അതിനെ നല്ലതുപോലെ ഷേപ്പ് ചെയ്ത് ഒരൊറ്റ സ്ഫിയറാക്കി മാറ്റുന്നു. ആ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ, സർഫസിൻ്റെ ഏരിയ എന്ത് തന്നിട്ടുണ്ട്, എസ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇതിൻ്റെ റേഡിയസ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതിൻ്റെ റേഡിയസ് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് വിളിക്കാം തൽക്കാലം, കാരണം റേഡിയസ് പറഞ്ഞിട്ടില്ല. ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് വിളിക്കാം. ഇത് ഞാൻ കൊടുത്തതാണ്. ഓക്കെ, ബാക്കി ഈ സ്മോൾ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ എസ് ഒക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതനുസരിച്ചാണ് മാർക്ക് ചെയ്തത്. ഇതിൻ്റെ സർഫസ് ഏരിയ എസ് ഡാഷ് എന്നും പറഞ്ഞിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടില്ല. റേഡിയസിന് ആർ ഡാഷ് എന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. കാരണം എന്താണ് ആർ ഡാഷ് എന്ന് മാർക്ക് ചെയ്യണം, കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ റേഡിയസ് ആർ ഡാഷ് ഓഫ് ദ ന്യൂ സ്ഫിയർ. ഇതിനാണ് ന്യൂ സ്ഫിയർ. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആർ ഡാഷ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പുതിയ സ്ഫിയറിൻ്റെ റേഡിയസിനെ അവർ ആർ ഡാഷ് എന്ന് വിളിച്ചു. ആ ആർ ഡാഷ് നിങ്ങൾ കണ്ടുപിടിക്കണം. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് നോ. ഓക്കെ, ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും, അതാണ് നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ. ഈ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു കൺവേർഷൻ എന്ന് വിളിക്കാൻ പറ്റും. അതെ, ഇതിനെ എല്ലാത്തിനും കൂടെ ഉരുക്കി ഇതാക്കുന്നു. ഡൗട്ട് ഉണ്ടാവും, ഡൗട്ടുള്ള കുട്ടികൾ എന്നെ വിളിച്ച് ചോദിക്കുക കേട്ടോ. ഡൗട്ട് തോന്നിയെങ്കിൽ വളരെ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഇതൊക്കെ കുഞ്ഞു മെറ്റലിൻ്റെ ബോളുകളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിൻ്റെ റേഡിയസ് എല്ലാം ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയും സർഫസിൻ്റെ ഏരിയ എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരു ടെമ്പറേച്ചർ കൊടുത്ത് ഉരുക്കി നിങ്ങളൊരു സൊല്യൂഷനാക്കി അതിനൊരു അച്ചിലിട്ടിട്ട് ഒറ്റ വലിയൊരു സ്ഫിയറാക്കി. അതിൻ്റെ റേഡിയസ് ആർ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സർഫസ് ഏരിയ എസ് ഡാഷ്. ഈ ആർ ഡാഷിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഓക്കെ, അപ്പം ഈ ഒരു പ്രോസസ്സിൽ ഏത് കോൺസെപ്റ്റാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഉരുക്കി ഇതാക്കി എന്ന് പറയുമ്പം ഇതിലെല്ലാത്തിലും ഉള്ള അയേണിൻ്റെ ഇതിലുള്ള അയേണും ഇതിൻ്റെ ഉള്ളിലുള്ള അയേണും ഇതിൻ്റെ ഉള്ളിലുള്ള അയേണും ഇതെല്ലാം അയേൺ സ്ഫിയറാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിലുള്ള അയേൺ ഇതിലുണ്ടാവൂലേ? കാരണം എന്താ, ഇതെല്ലാം കൂടി ഉരുക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മൊത്തം അയേണും ഒരു സൊല്യൂഷൻ പോലെയാവും അല്ലേ. ഇത് മൊത്തം ഉരുക്കിയല്ലേ ഇതുണ്ടാക്കുന്നത്. അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അയേൺ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇല്ലേ. കാരണം എന്താ,
ഇതിലെല്ലാത്തിനും കൂടി ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷനിൽ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മൊത്തം അയൺ ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ, ആ സൊല്യൂഷനിൽ ഉണ്ടാവും. ആ സൊല്യൂഷൻ കൊണ്ടാണ് ഇതുണ്ടാക്കിയെന്ന് പറയുമ്പം ഇതിൻ്റെ ഉള്ളിലുള്ള അയണിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിൻ്റെയും അയണിൻ്റെ ക്വാണ്ടിറ്റികൾ ആഡ് ചെയ്യുന്നതായിരിക്കും. വേറൊരു രീതി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുന്ന അയേണുകളെല്ലാത്തിൻ്റെയും കൂടെ തുക അല്ലെങ്കിൽ സമ്മ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. കാരണം എന്താ, ഇതുണ്ടായത് ഇതെല്ലാം കൂടെ ഉരുക്കിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള അയേണിൻ്റെ എല്ലാത്തിൻ്റെയും ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിൻ്റെയും അയേണുകൾ, ഇതിൻ്റെ ഉള്ളിലുള്ള അയണും ഇതിൻ്റെ ഉള്ളിലുള്ള അയണിനും ഇതിൻ്റെ ഉള്ള അയൺ മെറ്റീരിയലും ഇതിൻ്റെ ഉള്ള അയൺ മെറ്റീരിയൽ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള അയൺ മെറ്റീരിയൽ കിട്ടും. കാരണം എന്താ, ഇതെല്ലാം കൂടെ ഉരുക്കിയിട്ടാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള അയൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോന്നിൻ്റെയും അയൺ മെറ്റീരിയലിൻ്റെ മൊത്തം സമ്മായിരിക്കും ഇതിനുള്ള അയൺ മെറ്റീരിയൽ. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള അയൺ മെറ്റീരിയൽ എന്ന് ഞാൻ കുറേ നേരമല്ലേ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്തായിരിക്കും? അത് വോളിയം അല്ലേ. ഒരു സാധനത്തിനുള്ളിൽ എത്ര വുഡുണ്ട്, ഒരു സാധനത്തിനുള്ളിൽ എത്ര അയണുണ്ട്, അല്ലെങ്കിൽ എത്ര മെറ്റീരിയൽ, അതിൻ്റെ ഉള്ളിൽ എത്ര മെറ്റീരിയൽ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കുന്നത് വോളിയമാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്താണ്? വോളിയം. അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വോളിയം ആഡ് ചെയ്താൽ ഇതിൻ്റെ വോളിയം കിട്ടും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വോളിയം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള മെറ്റൽസിൻ്റെ വോളിയം ആഡ് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിലുള്ള മെറ്റലിൻ്റെ വോളിയം കിട്ടും. കാരണം ഇതെല്ലാം കൂടെ ഉരുക്കിയിട്ടാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ അതെങ്ങനെ എഴുതാം? സോ വാട്ട് ഐ ക്യാൻ റൈറ്റ്, total volume of 27 small spheres will be equal to the volume of big sphere formed എന്ന് എഴുതാൻ പറ്റും. എന്തെന്ന് എഴുതാം? ടോട്ടൽ വോളിയം ഓഫ് 27 സ്മോൾ സ്ഫിയർ, ആ 27 ചെറിയ ബോളിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ വോളിയം ആഡ് ചെയ്താൽ വോളിയം ഓഫ് ദ ബിഗ് സ്ഫിയർ ഫോംഡ് ഇതിൻ്റെ വോളിയം കിട്ടും അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇതാണ് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ടോട്ടൽ വോളിയം ഓഫ് 27 സ്മോൾ സ്ഫിയർ വിൽ ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ ബിഗ് സ്ഫിയർ ഫോംഡ്. ഇത് വളരെ എളുപ്പമാണ്. ചെറിയ 27 ബോളുകളുടെ വോളിയം എല്ലാം കൂടെ കൂട്ടി ചെയ്താൽ വലിയ ബോളിൻ്റെ വോളിയം കിട്ടും, അത് ഉറപ്പാണ്. സർഫസ് ഏരിയ അങ്ങനെ പറയാൻ പറ്റും ഇല്ല. കുഞ്ഞിതിൻ്റെ ഒക്കെ സർഫസ് ഏരിയയും വലുതിൻ്റെ സർഫസ് ഏരിയ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും കൂടെ സർഫസ് ഏരിയ കൂട്ടിയാൽ ഇത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. സർഫസ് ഏരിയ ഒരിക്കലും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വോളിയം കമ്പയർ ചെയ്യാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വോളിയം കൂട്ടിയാലാണ് ഇതിൻ്റെ വോളിയം കിട്ടുക. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ള അയൺ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് പറയുന്നത്. സോ വോളിയം ഓഫ് 27 സ്മോൾ സ്ഫിയേഴ്സ് വിൽ ബി ഈക്വൽ ടു വോളിയം ഓഫ് ബിഗ് സ്ഫിയർ. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള സാധനം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇക്വാലിറ്റി അതുപോലെ എഴുതുന്നു. റൈറ്റ് സൈഡിലുള്ള സാധനം, അതായത് ഇതെന്താണെന്ന് ഞാൻ ഇക്വേഷൻ ആക്കി എഴുതുന്നു, ഇതെന്താണെന്ന് ഞാൻ ഇക്വേഷൻ ആക്കി എഴുതുന്നു, നടുക്കുള്ള ഇക്വാലിറ്റി സൈൻ അതുപോലെ എഴുതുന്നു. ഇത് ഞാൻ റീപ്ലേസ് ചെയ്യുന്നു. ഇനി ടോട്ടൽ വോളിയം ഓഫ് 27 സ്മോൾ സ്ഫിയേഴ്സ് ആണ് ഞാൻ എഴുതിയേക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ വോളിയം ഓഫ് 27 സ്മോൾ സ്ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ 27 ചെറിയ സ്ഫിയേഴ്സിൻ്റെ മൊത്തം വോളിയം കണ്ടുപിടിക്കുന്നതിന് പകരം ഒരു ചെറിയ സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് 27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൊത്തം ആയില്ലേ, മതി. അതായത് 27 ഇൻറ്റു വോളിയം ഓഫ് 1 സ്മോൾ സ്ഫിയർ ചെയ്താൽ മതിയാകും ടോട്ടൽ കിട്ടാൻ അല്ലേ, കിട്ടും. 27 ഇൻറ്റു വോളിയം ഓഫ് 1 സ്മോൾ സ്ഫിയർ ചെയ്താൽ ലെഫ്റ്റ് സൈഡ് ആവും. ഇനി റൈറ്റ് സൈഡ് എന്താ? വോളിയം ഓഫ് ബിഗ് സ്ഫിയർ. വോളിയം ഓഫ് ബിഗ് സ്ഫിയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അത് അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. വോളിയം ഓഫ് ബിഗ് സ്ഫിയർ അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം, കാരണം അത് ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ. ഇനി 27 ഇൻറ്റു വോളിയം ഓഫ് സ്മോൾ സ്ഫിയർ. സോ 27 ഇൻറ്റു വോളിയം ഓഫ് സ്മോൾ സ്ഫിയർ ഏതാ ഫോർമുല? 4/3 പൈ ഇൻറ്റു ആർ ക്യൂബ് എന്ന് പറയുമ്പം സ്മോൾ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് എടുക്കേണ്ടത്. കാരണം സ്മോൾ സ്ഫിയറിൻ്റെ വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. 4/3 പൈ. ഈ 27 എവിടെ നിന്ന് വന്നു? ഈ 27 അതുപോലെ എഴുതിയതാണ്. വോളിയം ഓഫ് സ്മോൾ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഫോർമുല 4/3 പൈ ആർ ക്യൂബാണ്. പക്ഷേ റേഡിയസ് എന്താണ്? ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ് ഉപയോഗിക്കണം. ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ് എന്താ വന്നിരിക്കുന്നത്? R. അപ്പോൾ ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ് നമ്മൾ കൊടുക്കുന്നു R ക്യൂബ് ഈസിക്കൽ വോളിയം ഓഫ് ബിഗ് സ്ഫിയർ. ഫോർമുല ഈസ് സെയിം 4/3 പൈ. പക്ഷേ ആർ ക്യൂബ് എന്ന് എഴുതണമല്ലോ അടുത്തത്. അത് വലിയ സ്ഫിയറിൻ്റെ റേഡിയസ് ആയിട്ടുള്ള R' ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ R' ക്യൂബ്. ഇതിന് R ഒരു കുഞ്ഞ് ഡാഷ് ഇട്ടാൽ മതി. R' ക്യൂബ്. എനി പ്രോബ്ലം? നോ. ഇത് വലുതാക്കി ഇത് 13 വായിക്കരുത്, ഇത് ജസ്റ്റ് ഡാഷാണ്. ഓക്കെ. ഇനി നമുക്ക് ഡയറക്റ്റ് ക്യാൻസലേഷനോടെ നമുക്ക് ഈ 4/3 ക്യാൻസൽ ചെയ്യാം. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ക്യാൻസലേഷൻ. പിന്നെ നമുക്ക് ഈ പൈയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? ബാക്കി നമുക്ക് 27 R ക്യൂബ് ഈസിക്കലോ റൈറ്റ് സൈഡിൽ R' ക്യൂബ് എന്ന് കിട്ടി. എനി പ്രോബ്ലം? നോ. അങ്ങനെയാണെങ്കിൽ അതായത് നമുക്ക് 27 R ക്യൂബ് ഈസിക്കലോ R' ക്യൂബ് എന്ന് കിട്ടി. അഥവാ എനിക്കിങ്ങനെ എഴുതിക്കൂടെ? R' ക്യൂബ് ഈസിക്കൽ 27 R ക്യൂബ് എന്ന് എഴുതിക്കൂടെ?
27 r cube is equal r dash cube എന്ന് പറഞ്ഞാൽ r dash cube is equal 27 r cube എന്നല്ല അർത്ഥം. ഇത് ഈസിക്കൽ ഇതെന്ന് പറയുന്നതും ഇത് ഈസിക്കൽ ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണല്ലോ. അതെ, അങ്ങനെയാണെങ്കിൽ r dash എന്ത് വരും? ഒരു എക്സ് ക്യൂബ് ഈസ് ഇക്വൽ ടു 8 ആണെങ്കിൽ എക്സ് എന്ത് വരും? ക്യൂബ് റൂട്ട് ഓഫ് 8, അതായത് 2 വരും. കാരണം 2 × 2 × 2 ആണ് 8. അതുപോലെ തന്നെ ഇഫ് r dash ക്യൂബ് ഈസ് ഇക്വൽ ടു 27 r ക്യൂബ് എന്ന് പറഞ്ഞാൽ r dash എന്ത് വരും? ക്യൂബ് റൂട്ട് ഓഫ് 27 r ക്യൂബ് എന്ന് വരും. ഇനി ക്യൂബ് റൂട്ട് ഓഫ് 27 എന്താ? 3, കാരണം 3 × 3 × 3 ആണ് 27. ഇനി ക്യൂബ് റൂട്ട് ഓഫ് r ക്യൂബ് എന്താ? 6 ആണ്, കാരണം എന്താ? 6 × 6 × 6 ആണ് r ക്യൂബ്. അപ്പം r ഡാഷിൻ്റെ വാല്യൂ എന്താണ്? 3r ആണ്. ദിസ് ഈസ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. r ഡാഷ് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. റേഡിയസ് ഓഫ് ദ ന്യൂ സ്ഫിയർ അത് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. 3 × 6 ആണ് ഉത്തരം. r-ൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല കൊടുക്കാൻ. ഇത്രയും മതി ആൻസർ, 3r. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് നോ? ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് എസ് ആൻഡ് എസ് ഡാഷ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. റേഷ്യോ ഓഫ് എസ് ആൻഡ് എസ് ഡാഷ്. റേഷ്യോ ഓഫ് എസ് ആൻഡ് എസ് ഡാഷ് എന്ന് വെച്ചാൽ റേഷ്യോ സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ. ദാറ്റ് മീൻസ് റേഷ്യോ ഓഫ് എസ് ആൻഡ് എസ് ഡാഷ് ഈസ് നത്തിങ് ബട്ട് എസ് ഡിവൈഡഡ് ബൈ എസ് ഡാഷ് കണ്ടുപിടിച്ചാൽ മതി. റേഷ്യോ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് വെച്ചാൽ എക്സ് ഡിവൈഡ് ബൈ വൈ. അതുപോലെ റേഷ്യോ ഓഫ് എസ് ആൻഡ് എസ് ഡാഷ് എന്ന് വെച്ചാൽ എസ് ഡിവൈഡ് ബൈ എസ് ഡാഷ്. എസ് എന്ന് പറഞ്ഞാൽ എന്താ? എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ? സർഫസ് ഏരിയ ഓഫ്, ടെൽ മീ. എസ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കുക. സർഫസ് ഏരിയ ഓഫ് സ്മോൾ സ്ഫിയേഴ്സ് ഇല്ലേ, അതിനെയാണ് എസ് എന്ന് പറയുന്നത്. സർഫസ് ഏരിയ ഓഫ് സ്മോൾ സ്ഫിയർ. ഒരു ചെറിയ സ്ഫിയറിൻ്റെ ഓരോ കുഞ്ഞു സ്ഫിയർ ഉണ്ടല്ലോ, അതിനെ ഒരിക്കൽ വലിയ സ്ഫിയർ ആക്കിയല്ലോ. ആ കുഞ്ഞു സ്ഫിയറിൽ ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയാണ് സർഫസ് ഏരിയ ഓഫ് സ്മോൾ സ്ഫിയർ. സ്ഫിയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, സ്ഫിയർ. അതിൽ ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ തന്നെയാണ് നമ്മൾ എസ്. എല്ലാത്തിൻ്റെയും സർഫസ് ഏരിയ എസ് തന്നെയാണ്. അതിലേതെങ്കിലും ഒന്നിൻ്റെ തന്നെയാണ് നമ്മൾ എസ് എന്ന് സൂചിപ്പിക്കുന്നത്. എല്ലാത്തിൻ്റെയും എസ് തന്നെയാണ്. അതായത് എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ഓഫ് എനി വൺ സ്ഫിയർ, എനി വൺ സ്മോൾ സ്ഫിയർ. എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സർഫസ് ഏരിയ ഓഫ് ബിഗ് സ്ഫിയർ ന്യൂലി ഫോംഡ്, ഇസ്ന്റ് ഇറ്റ്? ആ വലിയ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ. ഓക്കെ, ഇനി സർഫസ് ഏരിയ ഓഫ് സ്മോൾ സ്ഫിയർ എങ്ങനെ കണ്ടുപിടിക്കുക? ബൈ ദ ഫോർമുല. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ അത് സ്മോൾ ആണെങ്കിലും ബിഗ് ആണെങ്കിലും ഫോർമുലൈസ് ചെയ്യും 4πr². പക്ഷേ 4πr² റേഡിയസ് സ്മോൾ സ്ഫിയറിൻ്റെ റേഡിയസ് ഉപയോഗിക്കണം. സ്മോൾ സ്ഫിയറിൻ്റെ റേഡിയസ് 6 ആയിട്ട് തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്ന ക്വസ്റ്റ്യനിൽ. സോ 4πr². ഇനി സർഫസ് ഏരിയ ഓഫ് ബിഗ് സ്ഫിയർ എന്ന് വെച്ചാൽ 4πr² തന്നെയാണ് ബിഗ് സ്ഫിയറിൻ്റെ സർഫസ് ഏരിയൻ്റെ ഫോർമുല. പക്ഷേ 4π ബിഗ് സ്ഫിയറിൻ്റെ റേഡിയസ് r ഡാഷ് ആണ് നമ്മളെടുത്തത്. സോ 4πr². ഇത് 12 എന്ന് വായിക്കരുത്, ഇത് r ഡാഷ് ആണ്. നിങ്ങൾ വേണമെങ്കിൽ ഡാഷ് വേറൊരു എങ്കിലും മാർക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ 4π ക്യാൻസലായി. ബാക്കി എന്തുണ്ട്? r²/r². നിങ്ങളൊരു ബ്രാക്കറ്റ് ഇട്ടോളൂ, കൺഫ്യൂഷൻ വേണമെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. 12 എന്ന് വായിച്ചാലോ നിങ്ങൾ r⁻12 എന്ന് വായിക്കുമല്ലോ അല്ലെങ്കിൽ. യെസ്, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മുകളിലുള്ള r² അതുപോലെ എഴുതി. ഇനി r ഡാഷിൻ്റെ വാല്യൂ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു. r ഡാഷ് ഈസ് ഈക്വൽ ടു 3r എന്ന് ഇപ്പോൾ തൊട്ട് മുമ്പത്തെ സബ് ക്വസ്റ്റനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ r ഡാഷിന് പകരം 3r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ. സോ റീപ്ലേസ് r⁻3r. അപ്പോൾ r⁻² എന്ന് പറഞ്ഞാൽ 3r² വരും. നൗ ജസ്റ്റ് സി ന്യൂമറേറ്റർ r² ആസ് ഇറ്റ് ഈസ്. ഇനി 3ൻ്റെ സ്ക്വയർ എന്താ? 9. r-ൻ്റെ സ്ക്വയർ എന്താ? r². അങ്ങനെ നമ്മൾ സ്ക്വയർ അപ്ലൈ ചെയ്തു. 3ക്കും 6നും സ്ക്വയർ അപ്ലൈ ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്ത് r² ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അവിടെ 1 വരും. ബാക്കി എന്താണ്? 1/9. When you convert into ratio, it becomes 1:9 is the required ratio for the question. So finished. Chapter is over, and as I said, and please revise this chapter surface area in volumes, and I'm going to conduct a class test, serious class test. Prepare for that, and as I said, after 2 weeks we are going to meet each other. So I will ask you viva from this chapter. So get ready for that. Okay, I'm discussing a very serious thing that is going to happen, and just prepare. If you feel any doubt, just call me. This video, we discussed the last 2 questions, and very important question we have discussed. Just now we discussed the question, last question. ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് നന്നായി ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് ഡൗട്ടാണ് ജസ്റ്റ് കോൾ മീ. ഓക്കെ, ആൻഡ് പ്രാക്ടീസ് വെൽ ആൻഡ് try your level best. Thank you. And very next class we are going to start the very next chapter in the sense only 2 chapters are remaining, I think. Statistics and polynomials അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു. So I think it is a better time to start statistics in the next video. Thank you.